ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. 1 മുതൽ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ അതിൻ്റെ ആമുഖമെന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗമെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പ്രൊലോഗ് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള ഒരാമുഖം നമുക്ക് നൽകുകയാണ്. എന്താണ് ഈ ചരിത്രപരമായ ആമുഖത്തിൻ്റെ പ്രത്യേകത? ഇത് ആരംഭിക്കുന്നത് ഹൊറേബ് മലമുകളിൽ നിന്നാണ്. ഹൊറേബിനെക്കുറിച്ചും അതുപോലെ തന്നെ ഇസ്രായേൽ ജനം പോകുന്ന വഴി കാദേശിനെക്കുറിച്ചും കാദേശിൽ നിന്നുള്ളവരുടെ യാത്രയെക്കുറിച്ചും മോവാബ്, അമ്മോൻ, ഏദോം എന്നീ രാജ്യങ്ങളെക്കുറിച്ചും സീഹോൻ്റെ രാജ്യത്തെക്കുറിച്ചും ഓഗിൻ്റെ രാജ്യത്തെക്കുറിച്ചും കിഴക്കുള്ള ഗോത്രങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ ഹിസ്റ്റോറിക്കൽ പ്രൊലോഗിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കാദേശിൽ നിന്ന് 40 വർഷത്തിൻ്റെ അല്ലെങ്കിൽ 40-ാമത്തെ വർഷം ഇസ്രായേൽ ജനം മോവാബ് ദേശത്ത് എത്തി എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുകയാണ് 1-ാമത്തെ ഹിസ്റ്റോറിക്കൽ പ്രൊലോഗായ 1-ാം അധ്യായം 6 മുതൽ 4-ാം അധ്യായം 44 വരെയുള്ള തിരുവചനങ്ങളുടെ അർത്ഥം. അതുകൊണ്ട് ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. വളരെ ഹ്രസ്വമായിട്ട് തന്നെ പ്രവേശിക്കാം. ഒന്നാമതായി ഹൊറേബ് മലയിലെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹൊറേബിൽ നിന്ന് അവർ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചാണ് 6-ാമത്തെ വാക്യം മുതൽ കൊടുത്തിരിക്കുക. അവർ യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നത് സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഗ്ദാന പേടകം അവർക്ക് മുമ്പേ നീങ്ങി പേടകത്തിന് മുകളിൽ നിന്ന് ഉയരുന്ന മേഘച്ചുള്ളുകൾ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിച്ചു. എന്നാൽ മേഘം എവിടെ അവസാനിച്ചുവോ അവിടെ ഇസ്രായേൽ ജനം യാത്ര അവസാനിപ്പിച്ചു. എന്നിട്ട് അവർ കർത്താവിനെ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, അങ്ങ് ഇസ്രായേൽ ജനത്തിൻ്റെ 1000ങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അങ്ങനെ വാഗ്ദാന പേടകവുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതിനോട് ചേർന്ന് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം മരിച്ചു വീഴാനുള്ള സാഹചര്യങ്ങളുണ്ടായി. കാരണം അവരുടെ ഇടയിലെ കലഹങ്ങളുണ്ടായി. ദൈവത്തോടും മോശയോടും ഒക്കെ അഹ്റോനോടുമൊക്കെ പിറുപിറുത്തു. ദൈവത്തിൻ്റെ ജനം കർത്താവ് കോപിച്ചു. അതിനാൽ ദൈവം അവരെ ശിക്ഷയ്ക്കായിട്ട് വിധിച്ചു. അതിനുശേഷം മോശ നടത്തുന്ന മനോഹരമായൊരു പ്രാർത്ഥന 11-ാം അധ്യായത്തിൽ കാണുന്നു. കർത്താവിന് മുമ്പിൽ പോയി പറയുകയാണ്, കർത്താവെ, ഞാനാണോ ഈ ജനത്തെ പ്രസവിച്ചത്? എന്തേ ഞാൻ ഈ ഭാരം ചുമക്കുന്നു? ഉടനെ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ ഒരു ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കുക, 70 പേരെ നീ തിരഞ്ഞെടുക്കണം. അവരിലേക്ക് നിനക്ക് ഞാൻ നൽകിയ ആത്മാവിനെ, റൂഹായെ ഞാൻ അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് 70 ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുത്തത്. ഈ 70 ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗത്തെ വീണ്ടും നിയമാവർത്തന പുസ്തകം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠന്മാരെ കുറിച്ചുള്ള വിവരണമാണ് 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രേഷ്ഠന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് ഹെബ്രായ ഭാഷയിൽ സർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സറീം എന്നൊക്കെയാണ് ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയുക. അപ്പോൾ അവരാണ് ഇസ്രായേൽ ജനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ പിൽക്കാലങ്ങളിൽ സിക്നെ ഇസ്രായേൽ, എൽഡേഴ്സ് ഓഫ് ദ ഇസ്രായേൽ എന്ന പേരിലാണ് ഇവരറിയപ്പെട്ടത്. ശ്രേഷ്ഠന്മാരെ മാത്രമല്ല കർത്താവ് കൊടുത്തത്. പിൽക്കാലങ്ങളിൽ മോശ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ ന്യായാധിപന്മാരുടെ നിയമനത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ന്യായാധിപന്മാർ വന്നു? ന്യായാധിപന്മാരുടെ കാലഘട്ടം നമുക്കറിയാം. ഏകദേശം ജോഷുവയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം വരുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം തന്നെ അതാണല്ലോ സൂചിപ്പിക്കുക. ഒരു ജനം ജോഷുവയോട് കൂടി ചേർന്നു. അങ്ങനെ ആ ജനം മരിച്ചുപോയി. പുതിയൊരു ജനമുണ്ടായി.
എന്നാൽ ദൈവത്തെ അറിയാത്തവരും ദൈവത്തിൻ്റെ ജോലികളെക്കുറിച്ച് മനസ്സിലാക്കാത്തവരുമായ ഒരുപറ്റം ആളുകൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ജനം അന്യദേവന്മാരുടെ പിന്നാലെ പോവുകയും ഏകദൈവത്തെ മറന്ന് കർത്താവിനോട് മറുതലിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ആഞ്ഞുപതിക്കുന്നു. അതിനാൽ പുതിയ പുതിയ ആളുകളെ പുറത്തുനിന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ ആളുകളും ഓരോ രാജാക്കന്മാരും ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെസൊപ്പൊട്ടോമിയൻ രാജാവായ ഖുഷാൻ റിഷത്തായിം എന്ന് പറയുന്ന രാജാവ് ഇസ്രായേൽ ജനത്തിൻ്റെ ആ സുഭിക്ഷതയൊക്കെ കണ്ടിട്ട് അവരുടെ പ്രൗഢിയെ കണ്ടിട്ട് ആ പ്രദേശത്തെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്ന രംഗമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുക. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ദൈവമായ കർത്താവ് ഓരോ ഗോത്രത്തിൽ നിന്നും ന്യായാധിപന്മാരെ തിരഞ്ഞെടുത്ത് ഉയർത്തുന്ന രംഗമാണ് കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ജനത്തിൻ്റെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, ഇസ്രായേൽ ജനതയെ മറ്റ് ജനതകളിലേക്ക് വിട്ടുകൊടുക്കാതെ ഈ ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ന്യായാധിപന്മാർക്ക് ഷൊഫേത്ത് എന്ന് മാത്രമല്ല ഒരു പേര് കൊടുത്തിരിക്കുന്നത്, മറിച്ച് സേവ്യർ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വാക്കും കൊടുത്തിട്ടുണ്ട്. യശായ എന്ന് പറയുന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. സേവ്യർ, അവരെയൊക്കെ വിശേഷിപ്പിക്കുന്നത് രക്ഷകരായിട്ടാണ്. മോശ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷകനായതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷകരായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ ന്യായാധിപന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ഇപ്രകാരമുള്ള ന്യായാധിപന്മാരുടെ നിയമനത്തെക്കുറിച്ചാണ് 1-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുക. എങ്ങനെയാണ് ന്യായാധിപന്മാരെ നിയമിച്ചത്? അപ്പോൾ ന്യായാധിപന്മാരുടെ നിയമനം ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും അതുവഴിയായി ഇസ്രായേൽ ജനത്തെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുപോകാനുമുള്ള ഒരു പ്രത്യേകതയായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് ന്യായാധിപന്മാരുടെ നിയമനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ മോശ കാനാനിലേക്ക് ചാരന്മാരെ അയക്കുന്ന സംഭവത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 12, 13, 14 അധ്യായങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ വളരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണെന്ന് തോന്നും. ഇതാണ് പ്രധാനപ്പെട്ട നിയമാവർത്തനം, അത് ആവർത്തിച്ച് പറയുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും നമ്മൾ കാനാനിലേക്ക് ചാരന്മാരെ അയക്കുന്ന കാര്യം മോശ ഇസ്രായേൽ ജനങ്ങളോടായിട്ട് പറയുന്നത്. എന്താണ് ഈ കാനാനിലേക്ക് ചാരന്മാരെ അയക്കുന്നത്? അവർ 2 രീതിയിലുള്ള ചാരന്മാരെ അയക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മോശ ഗോത്രത്തലവന്മാരിൽ നിന്ന് കുറച്ച് പേരെ നേരെ വാഗ്ദാന ദേശത്തേക്ക് വിട്ടു. അവർ കാണുന്നത് അനാക്കിമിൻ്റെ ആളുകളെയാണ്. അനാക്കിം എന്ന് പറയുന്നത് ജൈജാൻറ്റിക് ഫിഗേഴ്സാണ്. അവിടെയുള്ള ആളുകളെ കണ്ടിട്ട് തിരിച്ചോടി വരുന്ന രംഗങ്ങളൊക്കെ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. അപ്രകാരം അങ്ങനെ വന്നപ്പോൾ ആളുകൾ പറയുകയാണ്, നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഈജിപ്തിലേക്ക് പോകാം എന്ന് അവർ പരസ്പരം പറയുകയാണ്. ഇത് കേട്ട് മോശ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ ജനം ഈജിപ്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ നിൻ്റെ പേരാണ് നഷ്ടപ്പെടുന്നത്. അതിനാൽ ഈ ജനത്തെ ഈജിപ്തിലേക്ക് മടക്കി വിടരുത്. കാരണം ഈജിപ്ത് ഇസ്രായേൽ ജനതയ്ക്ക് ശത്രുവായിട്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് മടക്കി വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മോശയെ നമുക്ക് സംഖ്യയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും. ഇവിടെ 2 ഗ്രൂപ്പിലുള്ള ആളുകളെ പറഞ്ഞു വിടുമ്പോൾ 2ാമത്തെ ഗ്രൂപ്പുള്ളത് ജോഷുവയുടെ പുത്രൻ അല്ലെങ്കിൽ നൂനിൻ്റെ പുത്രനായ ജോഷുവായും അതുപോലെ തന്നെ കാലേബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മോശ കാനാനിലേക്ക് ചാരന്മാരെ അയക്കുന്നത്. അതുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? ഇവർ പോകുന്നത് എഷ്കോൾ താഴ്വാരത്തിലേക്കാണ്. ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ മാപ്പൊക്കെ കാണാൻ പറ്റും. എഷ്കോൾ താഴ്വാരയിലേക്ക് ഇവർ യാത്ര ചെയ്യുന്നു. എഷ്കോൾ താഴ്വാരത്തിൽ സമൃദ്ധിയുടെ താഴ്വാരമാണ്. അതുകൊണ്ട് അവർ കാണുന്നത് തന്നെ ആളുകൾ മുന്തിരിക്കുലയും പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത രംഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് തിരികെ മോശയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നല്ല ജനമാണ്, ആളുകൾ വളരെയധികം ആളുകളുണ്ട്, അതിനാൽ തന്നെ നമുക്ക് ഇവിടെ സമൃദ്ധിയുടെ നാടായതുകൊണ്ട് ഇസ്രായേൽ ജനതയെ നയിക്കാം. ഇത് പറഞ്ഞതിന് ശേഷം ജോഷുവയെയും കാലേബിനെയും മോശ അനുഗ്രഹിക്കുന്ന രംഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അതേ ഭാഗം തന്നെയാണ് 31 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. എങ്ങനെ ജോഷുവയും കാലേബും വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചു എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുന്ന രംഗമാണ്. കാരണം ജോഷുവയുടെ പുസ്തകത്തിൻ്റെ
14-ാമത്തെ അധ്യായത്തിലും 15-ാമത്തെ അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിന് ജോഷുവ ഓരോ ഗോത്രത്തിനും വീതം വെച്ച് കൊടുക്കുന്ന അവസരത്തിൽ ജോഷുവ ആദ്യം എടുക്കുന്നത് കാലേബ് വംശക്കാരെയാണ്. കാലേബിന് ഒരു പ്രത്യേക ഗോത്രം കൊടുത്തു, ഹെബ്രോൺ എന്ന് പറയുന്ന ദേശം. അതായത് ഇപ്പോഴത്തെ എഷ്കോൾ താഴ്വാരത്തിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശമാണ് ഹെബ്രോൺ. ആ ദേശത്താണ് കാലേബ് വംശം താമസിച്ചത്. കാരണം എന്താണ്? മോശ അയച്ച ചാരന്മാരിൽ ഒരുവനായ കാലേബ് ഈ ദേശത്തെക്കുറിച്ച് മനോഹരമായ ഒരു ഭാഷയിൽ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു എന്നതുകൊണ്ടാണ് കാലേബിന് ആ പ്രദേശം കൊടുക്കുന്നത്. ഇങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളും പ്രത്യേകിച്ച് ഹിസ്റ്റോറിക്കൽ പ്രൊലോഗിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ജോഷുവയുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ സമാപനത്തിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഈ പുസ്തകത്തിന് ഒരു യൂണിറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം സംഖ്യയുടെ പുസ്തകത്തിൻ്റെ ഒരു വേറൊരു അവതരണമായിട്ടാണ് കാണുന്നത്. 1-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് മുമ്പേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളിവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരം അടിക്കുന്നതിന് സ്ഥലമന്വേഷിച്ചുകൊണ്ട് അവിടെ നിങ്ങൾക്ക് മുമ്പേ നടന്നു. നിങ്ങൾക്ക് വഴികാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ യാത്ര ചെയ്തു. ഇസ്രായേൽ ജനത്തിൻ്റെ അവിശ്വസ്തതയെക്കുറിച്ചും ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് 1-ാമത്തെ അധ്യായം. അപ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഏതൊക്കെ തലങ്ങളിൽ ഇസ്രായേൽ ജനം വഴിപിഴച്ചു പോയി എന്നതും മോശ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഉപദേശത്തിൽ പറയുന്നുണ്ട്. കാരണം ദൈവം ഒത്തിരി കാര്യങ്ങൾ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ചെയ്തു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലുമൊക്കെ അവരെ നയിച്ചു. എന്നാൽ ജനം വഴിപിഴച്ചു പോയി. ആ വഴിപിഴച്ചു പോയ ജനം എന്തൊക്കെ ചെയ്തു? ദൈവം പറഞ്ഞു യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് കൽപ്പനയ്ക്കെതിരായി അവർ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ അവരെ കർത്താവ് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് 1-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിൽ കൊടുത്തിരിക്കുക. അതായത് ഇസ്രായേൽ ജനം അവിശ്വസ്തത കാണിച്ചാൽ അവർ ശിക്ഷിക്കപ്പെടും. ധാരാളം ആളുകൾ മരിച്ചു വീഴാൻ ഇടയായതിൻ്റെ കാരണവും അതുതന്നെയാണ്. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു, സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 20-21 അധ്യായങ്ങളിലൊക്കെ കണ്ടതാണ് എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തിൽ ധാരാളമായിട്ടുള്ള ആളുകൾ മരിച്ചു വീഴാനിടയായത്. അഗ്നേയ സർപ്പങ്ങൾ കൊത്താനുള്ള കാരണം എന്താണ്? മോവാബ് സ്ത്രീകളുമായിട്ട് അവിഹിത വേഴ്ച ഉണ്ടായത് മൂലം ഇസ്രായേൽ ജനത്തിന് നേരിടേണ്ടി വന്ന ജീവിത സാഹചര്യങ്ങളെയൊക്കെ ഈ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനങ്ങൾക്കായിട്ട് പകർന്നു കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. ഇനി അടുത്ത ഭാഗമാണ് കാദശിൽ നിന്ന് ഇസ്രായേൽ ജനം യാത്ര തിരിക്കുന്ന രംഗം. അപ്പോൾ അതാണ് 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കൊടുത്തിരിക്കുക. കാദശ് എന്ന് പറയുന്ന ദേശം നമുക്കറിയാം, അത് ഏദോമിൻ്റെ ഒക്കെ മുമ്പിലുള്ള ഭാഗമാണ്. അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? കർത്താവ് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. അനേകം ദിവസം നമ്മൾ സൈർ മലയ്ക്ക് ചുറ്റും നടന്നു. സൈർ മല എന്ന് പറയുന്നത് ഏദോം മലയെക്കുറിച്ചാണ്. മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് അഹറോനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം. അവിടെയാണ് സൈർ മല, അല്ലെങ്കിൽ ദൈവം യുദ്ധം ചെയ്യാനായിട്ട് കടന്നു വരുന്ന മല എന്നാണ് സാധാരണയായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ആ സൈർ മലയിൽ കർത്താവ് കൂടാരമടിക്കുകയും അതിനുശേഷം നടത്തിയ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്തു. ഏദോമ്യര് താമസിക്കുന്ന മലയാണ് സൈർ മല എന്ന് പറയുന്നത്. ഏസാവിൻ്റെ വർഗക്കാരാണ് ഏദോമ്യര്. അപ്പോൾ അത് പിൽക്കാലങ്ങളിൽ സൈർ മലയെക്കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൈർ എന്ന വാക്കിൻ്റെ അർത്ഥം രോമമെന്നാണ്. ആ രോമം ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഏസാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് സൈർ മലയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഏസാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്രകാരം സൈർ മലയിൽ നിന്ന് ഉള്ള യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം യാത്ര തിരിച്ചത്? ഏദോമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത്. കാരണം ഏദോമിലൂടെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്
അനുവാദം ചോദിക്കുകയാണ്. നിന്റെ സഹോദരനായ യാക്കോബ് കടന്നു വരുന്നു, അതിനാൽ യാക്കോബും പുത്രന്മാരും കടന്നു വരുന്നു, അതിനാൽ നിന്റെ പ്രദേശത്തൂടെ പോകാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ചോദിച്ചപ്പോൾ ഏദോമ്യ രാജാവ് പറയുകയാണ്, ഇല്ല, ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ പോകുന്നത് അതിൻ്റെ ബോർഡർ അനുസരിച്ചുള്ള ഭാഗത്തൂടെയാണ്. നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഇസ്രായേൽ ജനം യാത്ര തിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ സൈർ മരുഭൂമിയിലൂടെ യാത്ര തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തോട് കർത്താവ് പറയുന്നു, വീണ്ടും അവിടെ കാണുന്ന സൈർ താമസിക്കുന്ന ഏസാവിൻ്റെ മക്കൾ, അവരുടെ പ്രത്യേകതയും അവിടെയുള്ള വംശജരുടെ പ്രത്യേകതയും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനാക്കിമിൻ്റെ വംശജരെ പോലെ റഫായിം വംശജരായിരുന്നു ഈ സൈർ മലയിൽ ആദ്യമുണ്ടായിരുന്നത്. റഫായിം വംശജരായിരുന്നു സൈർ മലയിൽ ആദ്യമുണ്ടായത്. കാരണം അവരും അനാക്കിമിൻ്റെ മക്കളെ പോലെ ജൈജാൻറ്റിക് ഫിഗേഴ്സ് ആയിരുന്നു. അവരെ വധിച്ചുകൊണ്ടാണ് സൈർ മരുഭൂമിയിൽ ഏദോമ്യര് താമസമാക്കിയത്. എന്നാൽ അതിനുശേഷം അവർ പോകുന്ന വഴിയിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയോട് പറയുന്നതായി മോശ പറയുന്നത് ഇപ്രകാരമാണ്, ഇവരെ നീ തൊടണ്ട, ഏദോമ്യരെ നീ തൊടണ്ട, കാരണം ഇവർ ഏസാവിൻ്റെ മക്കളാണ്. കാരണം ഏസാവിന് ദൈവമായ കർത്താവ് കൊടുത്ത സ്ഥലമാണിത്, അതിനാൽ ഇവരെ നീ തൊടണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ഇവരുമായിട്ട് യുദ്ധം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനം ഏസാവുമായിട്ട് അല്ലെങ്കിൽ ഏദോമ്യരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടില്ല എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം നടന്ന യാത്രയാണ് 16 മുതലുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് വിളിച്ച്, ഇന്ന് ആർ പട്ടണത്തിൽ നീ മോവാബിൻ്റെ അതിർത്തി കടക്കാൻ പോവുകയാണ്. ആർ എന്ന് പറയുന്ന പട്ടണം മോവാബിൻ്റെ ഒരു പട്ടണമാണ് ആർ പട്ടണം. അവിടെ മാപ്പിൽ കാണാൻ പറ്റും. ആർ പട്ടണത്തിലൂടെ ഇസ്രായേൽ ജനം യാത്ര തിരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ധാരാളം ആളുകൾ മരിച്ചു വീഴുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആർ എന്ന് പറയുന്ന ഈ പട്ടണത്തിലൂടെ മോവാബ് ദേശത്തൂടെ അവർ യാത്ര തിരിക്കുമ്പോൾ അവരോടും പറയുകയാണ്, ഈ മോവാബ് ദേശത്തെ നീ ഒന്നും ചെയ്യരുത്, യുദ്ധത്തിനായിട്ട് നീ പോകരുത്. കാരണം അവർ ലോത്തിൻ്റെ മക്കളാണ്, അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് ആ പ്രദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമ്മോന്യരുടെ അടുക്കലേക്ക് അതിർത്തിയിലൂടെ പോകുന്നു. 19ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അമ്മോന്യരുടെ അതിർത്തിയിലൂടെ പോകുന്നു. അമ്മോന്യരുടെ മക്കളുടെ ദേശത്ത് യാതൊരു അവകാശവും നിനക്ക് ഞാൻ തരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അമ്മോന്യർക്കെതിരെയും നീ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമായ കർത്താവ് മോശ വഴിയായി ഇസ്രായേൽ ജനതയെ വിലക്കുന്ന രംഗമാണ് കാണുന്നത്. ഈ അമ്മോന്യരുടെ ഇടയിലും ആളുകൾ പാർത്തിരുന്നു, അവരും റഫായിമിൻ്റെ മക്കളായിരുന്നു എന്ന് ഉള്ള സൂചനകൾ ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് അനാക്കിമിൻ്റെ മക്കളെ പോലെ തന്നെ ഈ സൈർമലയിൽ പാർത്തിരുന്ന റഫായിമിൻ്റെ മക്കളുണ്ടായിരുന്നു, അമ്മോന്യരുടെ ഇടയിൽ പാർത്തിരുന്ന റഫായിമിൻ്റെ മക്കളുണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേൽ ജനം ഓരോ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് അവർ പോകുന്നത് അർണോൺ നദീതീരത്തൂടെ യാത്ര ചെയ്ത് അവർ നേരെ മോവാബ് ദേശത്തിൻ്റെ വാഗ്ദാന ദേശത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നു വരുന്ന രംഗമാണ് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇങ്ങനെ യാത്ര തിരിക്കുന്ന ഇവരെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വ്യക്തികളെ നമുക്കൊന്ന് അവതരിപ്പിച്ച് നോക്കാം. ഹെഷ്ബോൺ എന്ന് പറയുന്ന രാജാവ്. ഹെഷ്ബോണിനെതിരെ ദൈവമായ കർത്താവ് ശക്തമായ രീതിയിൽ തങ്ങളുടെ യുദ്ധമുറ നോടുക്കുകയാണ്. 26ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്, അപ്രകാരം ഞാൻ കെദമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചു. അപ്പോൾ പറഞ്ഞതാണ്, നിങ്ങളുടെ രാജ്യത്തിലൂടെ ഞാൻ കടന്നു പോയിക്കൊള്ളട്ടെ, വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ, ഭക്ഷണവും കുടിക്കാനും വെള്ളവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാം, കാൽനടയായി കടന്നു പോകാൻ മാത്രം അനുവദിച്ചാൽ മതി. എന്നാൽ ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ തൻ്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ നമ്മെ അനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് അവൻ്റെ മനസ്സ് കഠിനമാക്കുകയും ഹൃദയം കർക്കശമാക്കുകയും ചെയ്യും. അങ്ങനെ ഹെഷ്ബോൺ എന്ന് പറയുന്ന പ്രദേശം അത് ആർക്കും തന്നെ കൊടുക്കാത്തത് കൊണ്ട്, ഒരു വിജാതിയുടെ ഏരിയ ആയതുകൊണ്ടും ഹെഷ്ബോൺ എന്ന് പറയുന്ന ദേശത്തിലുള്ള
സീഹോൻ രാജാവിനെ നശിപ്പിച്ച് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയെ അതിലൂടെ യാത്ര ചെയ്യിപ്പിച്ചു എന്ന് സൂചിപ്പിക്കുന്ന ഭാഗമാണ് 2-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന ഭാഗമാണ്, അതെല്ലാം സീഹോനെയും അവരെല്ലാ ദേശത്തെയും ഒക്കെ പിടിച്ചെടുത്ത് യാബോക്ക് നദിയുടെ തീരത്തിലൂടെ യാത്ര ചെയ്ത് അവർ നേരെ ഓഗിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന രംഗമാണ് അടുത്ത 3-ാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ കാണുക. അപ്പം ഇപ്രകാരം ഇസ്രായേൽ ജനതയുടെ ജീവിതയാത്രയെക്കുറിച്ച് കാദേശിൽ നിന്ന് പുറപ്പെടുന്ന ജീവിതയാത്ര, അതിന് ഒരു പ്രത്യേക രീതി ഉണ്ട്. അതെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? കാദേശിൽ നിന്ന് അവർ യാത്ര തിരിച്ച് ഏദോമിലൂടെ, മോവാബിലൂടെ, അമ്മോന്യരുടെ ഇടയിലൂടെ കടന്നു വന്ന്, എന്നാൽ ഈ പ്രദേശങ്ങളൊന്നും കർത്താവ് അവർക്ക് വിട്ടുകൊടുത്തില്ല. കാരണം അവർക്കെല്ലാം ദൈവമായ കർത്താവ് കൊടുത്ത സ്ഥലങ്ങളായിരുന്നു. എന്നാൽ അവർക്കിടയിലുള്ള കാനാന്യരെ, സീഹോനെ, ഹെഷ്ബോണിലെ രാജാവായ സീഹോനെ, അതുപോലെ തന്നെ ഓഗിനെ, ബാഷാനിലെ രാജാക്കന്മാരെയൊക്കെ നിശേഷം നശിപ്പിക്കുകയും അവർക്കെതിരെ പടപൊരുതുകയും ചെയ്യുന്ന ഇസ്രായേൽ ജനതയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ സംഖ്യയുടെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവമായ കർത്താവ് എപ്രകാരം ഇസ്രായേൽ ജനത്തെ കരുതി എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മോശ വഴിയായി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഈ ഭാഗത്ത് ഉള്ളത്. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശക്തിയുള്ള ഒരു ജനതയായി അവർ മാറണം. ദൈവിക പ്രമാണങ്ങളെയും ദൈവിക കൽപ്പനകളെയും ഒക്കെ അനുസ്യൂതം പാലിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കണമെന്നുള്ള ഒരു അറിയിപ്പും കൂടി ഈ ഭാഗത്ത് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം 3-ാമത്തെ അധ്യായം മുതൽ പ്രവേശിക്കുമ്പോഴേക്കും അത് ഹിസ്റ്റോറിക്കൽ പ്രൊലോഗ് നമ്മളുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുവരെ നമുക്ക് ഈ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.